എബ്രായർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. അവിടേക്ക് യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. തിരശ്ശീലയ്ക്കപ്പുറത്തേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങണം എന്നൊരു വിഷയം നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്ന പ്രാർത്ഥനയോടെ ദൈവവചന കഴിവിലേക്ക് പ്രവേശിക്കും. കുടപ്പിറപ്പുകളെ നമുക്ക് മുന്നോടിയായി നമ്മുടെ മഹാപുരോഹിതനായ യേശുക്രിസ്തു മുൻപേ പ്രവേശിച്ചിരിക്കുന്ന ഇടമായ തിരശ്ശീലയ്ക്കകത്തേക്ക് നാം അവന്റെ പിൻഗാമികളായി പ്രവേശിക്കപ്പെടുവാനുള്ള ഒരു നല്ല കാലം വെളിപ്പെടുവാൻ പോകുന്നു എന്ന പ്രത്യാശപൂർണമായ അറിവ് ഒരു ക്രിസ്തു ഭക്തനെ ഏറെ സന്തോഷഭരിതനാക്കുന്നതാണ്. അതോർത്ത് എപ്പോഴും സ്തോത്രം ചെയ്യുവാനും നമുക്കിടയായിത്തീരും. മുൻപ് കൂട്ടി തിരശ്ശീലയ്ക്കകത്തേക്ക് മഹാപുരോഹിത ശുശ്രൂഷയ്ക്കായി പ്രവേശിച്ച യേശു ക്രിസ്തുവിന് പിൻപേ ക്രിസ്തു ശിഷ്യർ അകത്തേക്ക് പ്രവേശിക്കുന്നു. ഒരു ഭാവി കാലത്തിനായാണ് നാം ഒരുക്കപ്പെടേണ്ടത്. നാം ഇപ്പോൾ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ദൈവപദ്ധതി പ്രകാരമുള്ള ഒന്നിനു വേണ്ടി വഴി ഒരുക്കപ്പെടേണ്ടതുണ്ട്. ക്രിസ്തുവേശുവിന്റെ ഈ ലോകത്തിലേക്കുള്ള പ്രവേശനത്തിനായി വഴിയൊരുക്കുവാൻ ഒരുവൻ ഉപയോഗിക്കപ്പെട്ടു എന്ന് തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്തുവിന് വഴിയൊരുക്കുന്ന മുൻഗാമിയായി യോഹന്നാൻ സ്നാപകൻ ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടു. മുൻഗാമി തനിക്ക് പിൻപേ വരുന്നവർക്ക് വഴിയൊരുക്കുന്നവനാണ്. നാം ഓരോരുത്തരും ആ തിരശ്ശീലയ്ക്കപ്പുറത്ത് മഹത്വത്തിൽ പ്രവേശിക്കപ്പെടേണ്ടതിന് നമുക്ക് മുൻഗാമിയായി ക്രിസ്തു തിരശ്ശീലയ്ക്കപ്പുറത്ത് പ്രവേശിച്ചിരിക്കുന്നു. ക്രിസ്തു അവിടെ പ്രവേശിച്ചിരിക്കുന്നതിനാൽ അവന് പിന്നാലെ അനേകർ അവിടെ പ്രവേശിക്കപ്പെടും എന്നതിൻ്റെ സൂചനയാണിത്. പ്രിയരെ, ക്രിസ്തു വിശ്വാസികളുടെ പ്രതിനിധിയായിട്ടാണ് സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നത്. ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന്റെ ഉദ്ദേശം തന്നെ മഹാപുരോഹിതനായിരിക്കുവാൻ വേണ്ടി എന്നുള്ളതായിരുന്നു. മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നതാണ്. ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച മനുഷ്യർക്ക് സ്വർഗത്തിൽ പ്രവേശനം സാധ്യമായിരിക്കുന്നു. ഇന്ന് നമുക്ക് വേണ്ടി നാം അവിടെ എത്തുന്നത് വരെ പക്ഷപാതം കഴിക്കുന്ന ഒരു മഹാപുരോഹിതൻ സ്വർഗത്തിലിരിക്കുന്നുണ്ട്. ഇസ്രയേലിലെ മഹാപുരോഹിതൻ ആലയത്തിന്റെ തിരശ്ശീലയ്ക്ക് അപ്പുറമുള്ള അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടക്കുന്നത് ജനത്തിന്റെ പ്രതിനിധിയായിട്ടാണെങ്കിലും ജനത്തിന് മുന്നോടിയായിട്ടല്ല. എന്നാൽ നമുക്കുള്ള മഹാപുരോഹിതൻ തൻ്റെ വിശ്വാസികൾക്ക്, തൻ്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരിക്കലും അനുഗമിക്കുവാൻ കഴിയാത്ത ഒരു സ്ഥലത്തേക്കല്ല പോയിരിക്കുന്നത്. ഇസ്രയേൽ ജനത്തിന് മഹാപുരോഹിതൻ പ്രവേശിക്കുന്ന അതിപരിശുദ്ധ സ്ഥലത്ത് ജനത്തിന് പ്രവേശിക്കുവാൻ ഒരിക്കലും ആകില്ല. എന്നാൽ തിരഞ്ഞെടുത്ത ജാതിയായ നമ്മുടെ മഹാപുരോഹിതനായ യേശുക്രിസ്തു പ്രവേശിച്ചിരിക്കുന്ന ആ സ്വർഗത്തിൽ പ്രിയരെ നമുക്ക് ഏവർക്കും പ്രവേശിക്കുവാൻ കഴിയുന്നിടമാണ്. നമ്മെ അവിടെ പ്രവേശിപ്പിക്കുവാൻ വേണ്ടിയാണ് അവിടേക്ക് അവൻ പ്രവേശിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ നമുക്ക് മുന്നോടിയായി നമ്മുടെ പ്രവേശനത്തിന്റെ ഉറപ്പിന്റെ ദൃഷ്ടാന്തമായി സൂചിപ്പിക്കുന്നു. അവൻ നമുക്ക് മുന്നമേ തൻ്റെ ഓട്ടം തികച്ചു. നാം ഓരോരുത്തർ ഓടി ലാക്കിലേക്ക് എത്തുവാൻ ഇന്ന് സ്വർഗത്തിലിരുന്ന് നമ്മെ ഓരോരുത്തരെയും പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. എവിടേക്ക് നമ്മുടെ മഹാപുരോഹിതൻ മുന്നോടിയായി പ്രവേശിച്ചിരിക്കുന്നുവോ ആ തിരശ്ശീലയ്ക്കുള്ളിലുള്ള പ്രത്യാശയുടെ വലിപ്പവും ശക്തിയും പ്രിയരെ നാം ഇന്ന് ഇവിടെ തിരിച്ചറിയുവാൻ ഇടയാകണം. ആ പ്രത്യാശയാൽ തൻ്റെ അനുഗാമികളായ ക്രിസ്തു ശിഷ്യന്മാരുടെ ജീവിതം സ്വർഗീയ സന്തോഷവും ആത്മനിറവുള്ളതുമാക്കുവാൻ തൻ്റെ പകരക്കാരനായ കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ് പിതാവിൻ്റെ ഇഷ്ടത്താൽ ഭൂമിയിൽ ഇന്ന് ദൈവജനങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മിൽ ദൈവരാജ്യത്തിന് പ്രവൃത്തി നടക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിനെ അവിടെ നിന്നും നമ്മുടെ മുൻഗാമി അയച്ചു തന്നിരിക്കുന്നതിനാൽ അവന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ, അവൻ്റെ നമുക്ക് വേണ്ടിയുള്ള കരുതലിൻ്റെ
അവൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പിൻ്റെ ആഴം തിരിച്ചറിഞ്ഞ് നന്ദിയുള്ളവരായി ജീവിക്കുക. യേശു തിരശീലയുടെ പിമ്പിൽ നിന്ന് വെളിയിലേക്ക് വന്നു. തിരശീല കീറി ഒരു പുതുവഴി തുറന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമുക്കതിനുള്ളിൽ കയറി അവനോടുകൂടെ വസിക്കാമെന്നത് പ്രിയരെ നമുക്കുള്ള സ്വർഗീയ അവകാശമാണ് എന്ന് തിരിച്ചറിഞ്ഞ് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുകയും പ്രത്യാശയോടെ ജീവിക്കുന്നവരുമായി തീരുക. കൂടപ്പുറപ്പുകളെ, നിങ്ങളുടെ പ്രത്യാശ എങ്ങനെയുള്ളതാണ്? മഹാപുരോഹിതനായ യേശു ക്രിസ്തു തിരശീലയ്ക്ക് അപ്പുറത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നതിനാൽ അവിടെ അവനുള്ളത് കൊണ്ട് നാമും അവിടെ പ്രവേശിക്കും എന്ന പ്രത്യാശയുടെ ധൈര്യം നമുക്കുണ്ടാകണം. ആണ്ടിലൊരിക്കൽ ജനത്തിൻ്റെ പ്രായശ്ചിത്താർത്ഥമുള്ള രക്തവുമായി ആ തിരശീലയ്ക്ക് അപ്പുറത്തേക്ക് പോകുന്ന മഹാപുരോഹിതൻ അവിടെ വച്ച് മരിച്ചു വീഴാതെ ജീവനോടെ പുറത്തു വരുമ്പോഴാണ് കാത്തിരിക്കുന്ന ജനത്തിൻ്റെ പ്രത്യാശ സഫലമാകുന്നത്. മാനവവർഗത്തിൻ്റെ പാപമോചനത്തിനായി കാൽവറിയിൽ ചൊരിഞ്ഞ രക്തവുമായി തിരശീലയ്ക്ക് അപ്പുറത്തേക്ക് സ്വർഗത്തിൽ പ്രത്യക്ഷനായിരിക്കുന്നു ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു ക്രിസ്തു തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്കായി അവിടെ നിന്ന് രണ്ടാമതും പ്രത്യക്ഷനാകുവാൻ പോകുന്നു. അതിനാൽ നമുക്ക് അവിടേക്കുള്ള വഴി ഒരുക്കിയ നമ്മുടെ മുൻഗാമി പ്രവേശിച്ചിരിക്കുന്ന ആ തിരശീലയ്ക്കപ്പുറത്തേക്ക് പ്രിയരെ നാമും പ്രവേശിക്കും എന്നുള്ള നമ്മുടെ ആ ജീവനുള്ള ഭാഗ്യകരമായ ആ പ്രത്യാശ സഫലീകൃതമാക്കപ്പെടുമെന്നതിൽ ആ മഹാപ്രവേശനത്തിനായി നാം ഒരുങ്ങിക്കാത്തിരിക്കുകയും സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രമർപ്പിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തി അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി ആരാധിച്ച് ജീവിക്കുകയും ചെയ്യുക. ഇന്ന് പകലിൽ അപ്രകാരം ജീവിക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും പരിശുദ്ധനായ കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ നമുക്കടയ്ക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രനായ കർത്താവ് യേശു ക്രിസ്തുവിനെ ഭൂമിയുടെ പരപ്പിലേക്ക് അയച്ചത് ഞങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയും വിടുതലിന് വേണ്ടിയുമായിരുന്നല്ലോ. ഞങ്ങളുടെ രക്ഷകൻ ആ വീണ്ടെടുപ്പിൻ്റെ പ്രക്രിയ പൂർത്തീകരിച്ച് തിരശീലയ്ക്കപ്പുറത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അവൻ ഇരിക്കുന്ന ഇടമായ ആ അനുഗ്രഹീതമായ ഇടത്ത് ഞങ്ങളെയും പ്രവേശിപ്പിക്കും എന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിനാൽ, ആ ഭാഗ്യകരമായ പ്രത്യാശ ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്നതിനാൽ, അവൻ ഇരിക്കുന്നിടമായ ആ തിരശീലയ്ക്കപ്പുറത്തു നിന്നും ഇനിയും അവൻ ഭൂമിയുടെ പരപ്പിൽ ഇറങ്ങി വന്ന് ഞങ്ങളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുമെന്നുള്ള ആ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ആ പ്രത്യാശ ഉണർത്തി ഇന്ന് പകലിനും ജീവിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. വചനം കേട്ട് ബലപ്പെടുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും സൗഖ്യമായി, അനുഗ്രഹമായി, നടത്തിപ്പായി, ഉയർച്ചയായി, നന്മയായി ഞങ്ങളുടെ മക്കളുടെ മേൽ ചൊരിഞ്ഞുകൊടുത്ത് അനുഗ്രഹിക്കേണ്ടതിനു വേണ്ടി ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.